അമേരിക്കൻ സമയം ഏപ്രിൽ 1 വൈകുന്നേരം 6:24 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് 2 മണിക്കൂർ ദൈർഘ്യമുള്ള വിൻഡോയിൽ വിക്ഷേപണം നടക്കുക. ഇത് ഇന്ത്യൻ സമയം ഏപ്രിൽ 2 പുലർച്ചെ 3:54. സാങ്കേതികമായോ കാലാവസ്ഥാപരമായോ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ ഏപ്രിൽ 6 തിങ്കളാഴ്ച വരെ വിക്ഷേപണത്തിന് അവസരങ്ങളുണ്ടാകും. നാസയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആർട്ടിമസ് പ്രോഗ്രാമിലെ മനുഷ്യസഞ്ചാര ദൌത്യമാണ് ആർട്ടിമസ് 2. 4 ബഹിരാകാശ യാത്രികർ ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിലേക്ക് തിരികെ വരുന്ന പരീക്ഷണ പറക്കലാണിത്. ദൌത്യത്തിൽ ബഹിരാകാശ പേടകം ചന്ദ്രോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തില്ല. ചന്ദ്രനിലേക്കും പിന്നീട് ചൊവ്വയിലേക്കും മനുഷ്യനെ സ്ഥിരമായി എത്തിക്കാനുള്ള നാസയുടെ ബൃഹത്തായ പദ്ധതിയുടെ നിർണായക ചുവടുവയ്പായാണ് ആർട്ടിമസ് 2 കണക്കാക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്പേസ് ലോഞ്ച് സിസ്റ്റമാണ് വിക്ഷേപണത്തിനായി ഉപയോഗിക്കുന്നത്. ഇന്റഗ്രിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഓറിയോൺ ക്യാപ്സ്യൂളിലാണ് യാത്രികർ സഞ്ചരിക്കുക. ഏകദേശം 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് യാത്ര. ആർട്ടിമസ് 2 ദൌത്യത്തിലെ കണ്ടെത്തലുകളും പരീക്ഷണങ്ങളും അനുഭവസമ്പത്തും ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന അടുത്ത ദൌത്യം ആർട്ടിമസ് 3യെ കൂടുതൽ എളുപ്പമാക്കും. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്രോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ എന്നിവരാണ് ദൌത്യത്തിൽ പങ്കെടുക്കുന്ന സഞ്ചാരികൾ. സാങ്കേതിക തകരാറുകളെ തുടർന്നാണ് ഫെബ്രുവരിയിൽ നടക്കേണ്ടിയിരുന്ന ദൌത്യം നീണ്ടത്. 1972 അവസാന ചാന്ദ്രദൌത്യം അപ്പോളോ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.